ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലപ്പോൾ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയി. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് എന്തോ മാരക രോഗമാണെങ്കിൽ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് ഞാനിങ്ങനെ അഖിൽമാരുടെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അഖിൽമാരോട് പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അഖിൽമാരോട് 10 പേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അഖിൽമാർ ഇത്രയും ഇന്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം ഭാര്യനെ മുന്നിൽ എത്തിച്ചിട്ട് ചോദിക്കണം പ്രസവം സുഖകരമായിരുന്നു എന്ന്. എന്തായാലും പ്രസവിച്ച സ്ത്രീ ആണെങ്കിൽ പറയില്ല അത്ര സുഖമുള്ള കാര്യമല്ല ഈ പ്രസവം എന്നുള്ളത്. എന്തായാലും ഞാനും ഒരു അമ്മയാണ്. അപ്പോൾ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ അഖിൽമാരോട് പറയുന്നത് പണ്ടത്തെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അതായത് നെല്ല് ഊത്തിക്കൊണ്ടിരുന്നപ്പോൾ സ്ത്രീകൾ വന്ന് പ്രസവിച്ചുകൊണ്ടിരുന്ന കാലം, അതുപോലെ തന്നെ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗർഭിണിയായ സ്ത്രീകൾ വന്ന് പ്രസവിച്ചുകൊണ്ടിരുന്ന കാലം, പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡിൽ പോയിട്ട് വീണ്ടും നെല്ല് ഊത്തുന്നു. അത്തരം എക്സാമ്പിളൊക്കെ പറയുന്നു. ഇതൊക്കെ അഖിൽമാരുടെ മുത്തശ്ശിമാർ പറഞ്ഞ് കേട്ട അറിവായിരിക്കും. നമുക്കും ഇതുപോലെ തന്നെ കേട്ട അറിവുണ്ട്. സിനിമയിലൊക്കെ കോമഡി ആയിട്ടൊക്കെ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടറിവേ ഉള്ളൂ. കാരണം നമ്മൾ മുന്നിൽ കണ്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു കോംപ്ലിക്കേഷനിലൂടെയാണ് ആ കാലഘട്ടം കടന്നുപോയതും കൂടി അഖിൽമാരൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം 50-50 ചാൻസസ് ആയിരുന്നു. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചതാണ്. അതായത് ഇപ്പൊ നമ്മൾ അമ്മമാരോട് തന്നെ ചോദിച്ചാൽ മതി, 7ഉം 8ഉം പ്രസവിച്ച അമ്മമാരെ നമ്മളുടെ മുന്നിലുണ്ട്. അതിൽ തന്നെ 1ഓ 2ഓ കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ടാവും. കാരണം 50-50 ചാൻസസ് ആയിരുന്നു. കാരണം അവരുടെ ജീവന ആപത്തായിരുന്നു, കുട്ടികളുടെ ജീവന ആപത്തായിരുന്നു. കാരണം അവർക്ക് അത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾ വന്നിട്ടായിരുന്നു പ്രസവമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അത്തരം കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂവൽ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്ത്രീകളുടെ ഗതികേടാണത്. എന്തായാലും അത്തരം ഗതികേടിലൂടെയാണ് സ്ത്രീകൾ പോയത്. അങ്ങനെയാണല്ലോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകൾ വന്നത്. ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അഖിൽമാരുടെ ഗ്രാഫും കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം ആ ഇയറിലൊക്കെ 50-50 ചാൻസസ് ആയിരുന്നു. അതായത് ഡെത്ത് റേറ്റ് കൂടുതലായിരുന്നു കുട്ടികളുടെ. ഇപ്പോഴത്തെ ആ ഡെത്ത് റേറ്റ് കുറഞ്ഞു. ഹോസ്പിറ്റലിൽ അത്രയും ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മളുടെ ജീവിത രീതികളൊക്കെ മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട്. പ്രസവ മാസം എന്ന് പറയുന്നത് അത്രയും നമ്മൾ കെയർ കൊടുക്കുന്ന ഒരു മാസം തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അഖിൽമാരെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇത്ര സിമ്പിളായിട്ട് പറയരുത് ഒരിക്കലും. ഇത്തരം സ്ഥാനാർത്ഥികളെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച്